ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്സ്. സൈറൻ സിനിമ കണ്ടു. വീഡിയോയിൽ സ്പോയിലർ ഉണ്ടാവും. സോ സിനിമ കാണാത്തവർ സ്കിപ്പ് ചെയ്തു. ജയം രവി, കീർത്തി സുരേഷ്, അനുപമ പരമേശ്വരൻ ഇവരൊക്കെയാണ് സൈറൻ സിനിമയിലെ മെയിൻ ആക്ടേഴ്സ്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയം രവി ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. അയാളെ കള്ളക്കേസ് കുടുക്കി ജയിലിലേക്ക് വിടുകയാണ്. അതൊരു മർഡർ കേസാണ്. അപ്പോൾ ജയം രവി പരോളിലിറങ്ങി ഈ ശരിക്കുള്ള കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവരെ കൊല്ലുന്നതാണ് സിനിമയുടെ പ്ലോട്ട്. പിന്നെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഓക്കെ ആയിട്ട് ആണ് പോയത്. എക്സ്ട്രാ ഓർഡിനറി എന്ന് ഞാൻ എപ്പോഴും പറയില്ല, അത്യാവശ്യം ഓക്കെ ആയിരുന്നു. അതായത് കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാക്കി, ക്യാരക്ടേഴ്സിനൊക്കെ ഉള്ള ഒരു അതായത് ഓരോ ഇവൻറ്റ്സിനും ഓരോ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻസ് കാണുമ്പോൾ ഓക്കെ ഇത് നേരത്തെ നടന്നതല്ലേ, ഓക്കെ ഫൈൻ, ഇതിവിടെ നടന്നതല്ലേ, അവിടെ നടന്നാലും നമുക്കൊരു കണക്ഷനിൽ സിനിമ മുന്നോട്ട് പോയി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയി ഒരു 20 minutes ആയപ്പോഴത്തേനും സിനിമ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. കാരണം അത്രമാത്രം എക്സോസ്റ്റഡ് ആയിപ്പോയി ഈ സിനിമ കണ്ടിട്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുള്ള കാര്യമാണ്, ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമ കാണുമ്പോൾ അത് സ്കിപ്പ് അടിക്കാൻ, അതായത് ഫസ്റ്റ് വാച്ചിൽ അത് സ്കിപ്പ് അടിക്കാൻ തോന്നുകയാണെങ്കിൽ ആ സിനിമ അത്ര ഒരു എന്നുവെച്ചാൽ ഒരു പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തിയില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എനിക്ക് ഈ സെക്കൻഡ് ഹാഫ് ആയപ്പം തിയേറ്ററിൽ ഒരു സ്കിപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ സ്കിപ്പ് അടിക്കാൻ എനിക്ക് പലതവണ തോന്നുമായിരുന്നു. അതുപോലെയായിരുന്നു. സോ സെക്കൻഡ് ഹാഫ് കുറച്ചധികം ബോറിംഗ് ആയിപ്പോയി. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഓഡിയോനെ പറ്റിയാണ്. എനിക്ക് സിനിമ തിയേറ്ററിൽ കണ്ടവരോടാണ് ഈ ചോദ്യം. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ വളരെ കൂടുതലായിട്ടും അരോചകമായിട്ടും നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. കാരണം ഞാൻ ഇരുന്ന തിയേറ്ററിൻ്റെ ആണോ എന്നറിയില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ഒരേ ഒപ്പീനിയൻ ആയിരുന്നു. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഭയങ്കര വോളിയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര വോളിയം, നമുക്ക് ചെവി ഒന്ന് പൊത്തിപ്പിടിക്കാൻ തോന്നുന്നത്ര വോളിയത്തിലായിരുന്നു പല ബാക്ക്ഗ്രൗണ്ട് സ്കോർസും പോയിക്കൊണ്ടിരുന്നത്. ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സിൻ്റെ സൗണ്ട് ഓക്കെ ആയിരുന്നു, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല ഇൻസ്റ്റൻസിലും ഭയങ്കര കൂടുതലായിട്ടാണ് പോയത്. സോ ഇത് ആർക്കെങ്കിലും തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത കാര്യം, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ത്രില്ലറാണ്, നമ്മളങ്ങനെ സിനിമാറ്റോഗ്രാഫി കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ആർട്ട് ടീം ലാസ്റ്റ് എത്തിയപ്പം ഒരു ഉത്സവത്തിൻ്റെയൊക്കെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെ ഒരു കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് സിനിമയുടെ ആർട്ട് ടീം അത്യാവശ്യം നൈസായിട്ടാണ് ചെയ്തത്. കാരണം അത് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. എക്സ്ട്രാ ഓർഡിനറി എന്ന് ഞാൻ എപ്പോഴും പറയില്ല. പിന്നെ സിനിമേനെ പറ്റി ഓവറോൾ പറയാനാണെങ്കിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പെൺകുട്ടി അവളുടെ അച്ഛനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ്. അപ്പം ഇവളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവള് ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ മരിച്ചു പോകുന്നതാണ്. കാരണം ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്. പക്ഷെ ഇവള് മരിച്ചു പോയില്ല. അപ്പം ഈ കുട്ടി ജയം രവിയുടെ മോളാണ്. അനുപമ പരമേശ്വരനാണ് ജയം രവിയുടെ വൈഫായിട്ട് വരുന്നത്. അപ്പോൾ അവരെയാണ് ഈ വില്ലന്മാർ കൊല്ലുന്നത്. അപ്പം ഈ അനുപമ പരമേശ്വരൻ മരിക്കുന്നതിൻ്റെ കുറ്റത്തിനാണ് ജയം രവി ജയിലിൽ പോകുന്നത്. അപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞ് പിന്നെ പുള്ളി പ്രതികാരം ചെയ്യാൻ വേണ്ടി പരോളിന് ഇറങ്ങി വരികയാണ്. സോ കീർത്തി സുരേഷ് ഒരു പോലീസുകാരിയായിട്ടാണ് വരുന്നത്. ഇനി ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ജയം രവിയുടെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു കൈദിയുടെ ഒരു ഇത്, അതായത് ഒരു പരോളിലിറങ്ങി കുറച്ച് ഏജായി ലൈഫെല്ലാം പോയി എല്ലാം കൊണ്ടും നിരാശനായിട്ടുള്ള ഒരാളുടെ ഒരു ഇതായിരുന്നു, ക്യാരക്ടറായിരുന്നു ജയം രവിക്ക് ഉണ്ടായിരുന്നത്. അത് അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് പുള്ളപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കീർത്തി സുരേഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ്. ഞാൻ അവരുടെ പല സിനിമകളും മിക്ക സിനിമകളും തന്നെ കണ്ടിട്ടുണ്ട്. എനിക്ക് മോസ്റ്റ്ലി മിക്ക സിനിമകളും ഇഷ്ടവുമാണ്. പക്ഷേ ഈ സിനിമയിൽ ഭയങ്കര കർക്കശക്കാരിയായിട്ടുള്ള ഒരു പോലീസുകാരി എന്നുള്ള റോള് എത്രമാത്രം പുള്ളപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു ഡൗട്ടാണ്. കാരണം എനിക്കിത് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. പല ഇൻസ്റ്റൻസിലും കീർത്തി സുരേഷ് ആ ക്യാരക്ടറിന് ജീവൻ കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് പല സാഹചര്യത്തിലും അങ്ങനെയാണ് തോന്നിയത്. എനിക്കത് ഈ ക്യാരക്ടർ അവർ ചെയ്തത് അത്രയും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അനുപമ പരമേശ്വരൻ ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ഒരു നേഴ്സാണ്. സാധാരണ ഞാൻ സിനിമയുടെ മേക്കപ്പിനെ പറ്റിയൊന്നും പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും പറയാറില്ല. കാരണം ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ മേക്കപ്പ് കൂടിയോ കുറഞ്ഞോ ഇരുന്നു എന്ന് വരും. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ തെറ്റുകൾ വരാം. പക്ഷേ
എനിക്കറിയില്ല, പല പല ഷോർട്സിൽ റിപ്പീറ്റായി വന്നിട്ടും അനുപമ പരമേശ്വരൻ്റെ ഡെഫ് ആൻഡ് ഡം ആയിട്ടുള്ള ഒരു പാവം നഴ്സ് എന്നുള്ള റോളിന് പറ്റിയൊരു മേക്കപ്പ് ആപ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം മുഖത്തൊക്കെ ഉറുമ്പ് കടിച്ച പോലെയായിരുന്നു അവരുടെ പല ഇൻസ്റ്റൻസിൽ അവരുടെ മേക്കപ്പ്. അത് കാണുമ്പോൾ നമുക്കൊരു എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മൾ കാണുമ്പോൾ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമുക്ക് കാണുമ്പോഴും ഒരു തരം പോലെയായിരുന്നു. ഒരു എന്തോ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ, കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത്. ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഒരു തരം ഇതും എന്നുവെച്ചാൽ ഒരു തരം മേക്കപ്പും അനുപമ പരമേശ്വരൻ്റെ റോളിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോടുള്ള ക്യാരക്ടർ കണക്ഷൻ ഭയങ്കര ലോ ആയിരുന്നു. ഇവർ മരിച്ചു പോയപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല, സത്യം പറഞ്ഞാൽ. ഇവരെ കൊന്നപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല. കാരണം നമുക്ക് ഒട്ടും ക്യാരക്ടർ കണക്ഷൻ ഇല്ലായിരുന്നു. ഭയങ്കര എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഭയങ്കര പാവമായിട്ടുള്ള ഡെഫൻഡമ്പായിട്ടുള്ള ഒരു നഴ്സ് എന്നുള്ള ഒരു ക്യാരക്ടർ കണക്ഷൻ്റെ എന്താ പറയുക, ഒട്ടും തോന്നിയില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിൽ മേക്കപ്പ് ഭയങ്കരമായിട്ട് അതിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ എനിക്ക് അങ്ങനെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ പറയാനാണെങ്കിൽ ഓവറോൾ ഈ സിനിമ തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല എന്നാണ്. ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം, ഒരു ത്രില്ലർ കാണുന്നവർക്ക് ത്രില്ലർ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം. പക്ഷെ എന്നാലും ഇതൊരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് സ്റ്റോറി നമ്മൾ ക്ലീഷേ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ കണ്ട് പരിചയിച്ച നമ്മൾക്ക് അറിയാവുന്ന ആദ്യം അച്ഛൻ മോള് തമ്മിലുള്ള കാര്യങ്ങൾ, പിന്നെ ഫാമിലിയോടുള്ള സ്നേഹം, പിന്നെ ഭാര്യയോടുള്ള സ്നേഹം. സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞപ്പോൾ സമൂഹത്തിലെ ജാതി മത പ്രശ്നങ്ങൾക്കെതിരെ പോരാടുന്ന ജയൻ രവിയുടെ ആംബുലൻസ് ഡ്രൈവറിൻ്റെ ക്യാരക്ടർ, അതിനുശേഷം അതുകൊണ്ട് പണി കിട്ടിയ ആംബുലൻസ് ഡ്രൈവർ, പിന്നെ എപ്പോഴും അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരാൾ, നല്ലവനായി എന്നെ നല്ലവനായി അഭിനയിക്കാൻ പഠിപ്പിച്ച ആളുകളാണെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ മിക്കപ്പോഴും ഡയലോഗ് ഡെലിവറി ഞാൻ ശ്രദ്ധിച്ചു. അതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മളിങ്ങനെ ഓക്കെ, ജയൻ രവി ഒരു നല്ല മനുഷ്യനായിരുന്നു, അയാൾ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം മോശം മനുഷ്യനായി, അത് ഓഡിയൻസിലേക്ക് കുത്തിക്കയറ്റുന്ന രീതിയിലുള്ള ഒരു ഡയലോഗായിരുന്നു. എന്നുവെച്ചാൽ എപ്പോഴും അത് റിപ്പീറ്റിംഗ് ആയിരുന്നു. അതും എനിക്ക് അത്ര എന്നുവെച്ചാൽ ഒരു കാര്യം നമുക്ക് വിഷ്വലി അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുമ്പോൾ അത് എപ്പോഴും നമ്മളിലേക്ക് കുത്തിക്കയറ്റുമ്പം അത് കുറച്ച് അരോചകമായി പോകുമല്ലോ. അതുപോലെ എനിക്ക് ഈ ഒരു സംഭവം അരോചകമായിട്ടാണ് തോന്നിയത്. ബേസിക്കലി എനിക്ക് മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും. ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു സൈറൻ എനിക്ക് തന്നത്. ഇനി നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയണം. മാത്രമല്ല, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാനിപ്പോൾ പറയാണ്, എനിക്ക് കുറേ നല്ല കമൻസും ഒരുപാട് ക്രിറ്റിസിസംസ്, ഹെൽത്തി ക്രിറ്റിസിസംസ്, എവിടെയൊക്കെയാണ് മെച്ചപ്പെടുത്താനുള്ളതെന്നുള്ള ക്രിറ്റിസിസംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ താങ്ക് യു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു സോ മച്ച്.